വികസനം കുഴഞ്ഞെന്ന് തോന്നുന്നേ. ഹലോ സാർ, ഞാൻ SI വിനോദ. ഫിനാൻസ് മിനിസ്റ്റർ ജനം ഇവിടെ തടഞ്ഞിട്ടിരിക്കുക. ആകെ വയലന്റാണ്. ഒരു ഫോഴ്സിന് ഉടനെ ഇങ്ങോട്ട് അയക്കണം സാർ. ഓക്കെ സാർ. സാർ കാറിൽ നിന്ന് ഇറങ്ങണ്ട. ഇതിനകത്ത് നേരോട് ചെയ്യാനോ? നിങ്ങൾക്ക് എന്താണ് ഞാൻ വെച്ചിരിക്കുന്നത്? ജയിക്കാനോ? മന്ത്രി മാപ്പ് പറയാൻ ഞങ്ങൾ വിടില്ല. ജനക്കൂട്ടം പിരിഞ്ഞു പോകണം. ജനക്കൂട്ടം ശാന്തരാകണം. ഇല്ല, കേരളത്തിലെ സ്ത്രീകളെ, നമ്മുടെ അമ്മ പെങ്ങന്മാരെ ഒന്നാണെങ്കിൽ അപമാനിച്ച മന്ത്രി അവറാച്ചൻ മാപ്പ് പറയണം. അല്ലാതെ ഇയാൾ ഒരടി ഞങ്ങൾ മുന്നോട്ട് വിടില്ല. കണ്ടില്ലേടാ എന്നെ കൊല്ലിക്കണ നീയൊക്കെ കാക്കിട്ട് കണ്ണം പിടിച്ച് തോക്കും പിടിച്ച് നിൽക്കുന്നേ. അടിച്ചൊതുക്കണേ നായിന്റെ മക്കളെ. പ്രശ്നം കൂടുതൽ വഷളാവുകയാണ്. നീയൊക്കെ വഷളാക്കിയാണ്. ഒരു ക്യാബിനറ്റ് മിനിസ്റ്റർ ജീവന് പുല്ല് വില അല്ലടോ. നിനക്കൊക്കെ എന്താണ് കോപ്പയെ തോക്ക് വന്നിരിക്കുന്നത്? വെക്കണേ വേടി സാർ, അതിനുള്ള ഓർഡർ എനിക്ക് അധികാരമില്ല സാർ. അധികാരം നാട് പിന്നെ എവിടെ പോയി കിടക്കുക? മന്ത്രിക്ക് എത്ര പോഷ് കിട്ടി? ഒന്നിനും ഡയറി കിട്ടി. അയാളുടെ വായിന്ന് വരുന്ന തിരുവചനങ്ങൾക്ക് അത്രയൊന്നും കിട്ടിയ പോരായിരുന്നല്ലോ ഗോപകുമാറെ. ജനങ്ങൾ ആകെ വയലന്റ് ആണ് സാർ. എന്തെങ്കിലും ചെയ്തു വരും. ഈ മന്ത്രിയെ ഞങ്ങൾ കൊല്ലും. പുല്ലാണ് പുല്ലാണ് പോലീസ്. നിങ്ങൾ ബഹളം ഉണ്ടാക്കരുത്. ശാന്തരായിരിക്കണം. വെടിവെച്ച് കൊന്നാലും ഈ മന്ത്രിയെ ഞങ്ങൾ വെറുതെ വിടില്ല സാർ. ഒരു 5 മിനിറ്റ് സമയം ഒരുക്കിയതാടോ. ഞാൻ അദ്ദേഹത്തോടൊന്ന് സംസാരിക്കട്ടെ. എത്തിയാ പൊട്ടാസം പൊട്ടിച്ച് അവിടെ പോയി കിടക്കായിരുന്നല്ലോ കോപ്പെ. ആകാശത്തേക്കല്ലേ വെടി വെക്കേണ്ടത്. അവനൊക്കെ ചങ്കിന് വെക്കണോ വെടി? എടോ, പോലീസിനെ നോക്കുന്നിരിക്കുന്നത് ജമീതുകൊണ്ടാണല്ല, വെടിവെക്കാനാ. വെക്കണോ വെടി? ഞാൻ വെടിവെക്കാൻ സാർ. 10 100 പേര് ഇവിടെ മരിച്ചു വീഴും. നാളെ ഇതൊരു കൊലക്കുറ്റമായി വ്യാഖ്യാനിച്ചാൽ അതിന്റെ ഉത്തരവാദിത്തം ബഹുമാനപ്പെട്ട മന്ത്രി ഏറ്റെടുക്കോ അതോ വെടിവെക്കാനുള്ള ഉത്തരവ് എനിക്ക് രേഖാമൂലം എഴുതി തരുമോ? താൻ എന്നെ നിയമം പഠിപ്പിക്കുകയാണോ? അല്ല സാർ, അനുഭവം തന്ന പാഠം. 7 കൊല്ലം മുമ്പ് കൂത്തുപാറയിൽ അങ്ങയെപ്പോലൊരു മന്ത്രി പ്രമുഖന്റെ ജീവൻ രക്ഷിക്കാൻ ഒരു ഉത്തരവിന്റെ പിൻബലത്തിൽ ഒരു വെടിവെപ്പ് നടത്തിയ ഓർമ്മയുണ്ടോ? അന്ന് കാഞ്ഞുപോയത് 5 എണ്ണമാണ്. ആ 5 പേരുടെ രക്തസാക്ഷിത്വം പറഞ്ഞ് ഇന്നിവിടെ പല പാർട്ടിക്കാർ വോട്ട് പിടിക്കുന്നുണ്ട്. പക്ഷേ വെടിവെച്ച പാവം പോലീസുകാരന്റെ പണിയും പോയി, തുണിയും പോയി. അവന്റെ കുടുംബം വഴിയാധാരമായി. സാർ, ഞങ്ങളും സാറിനെ പോലെ തന്നെ മനുഷ്യരാണ്. മജ്ജയും മാംസവും കുടുംബവും കുഞ്ഞുകുട്ടി പരാധീനങ്ങളുള്ള മനുഷ്യര്, ജീവിക്കാൻ ആഗ്രഹമുള്ള മനുഷ്യര്. ഞങ്ങളെ ചരിത്രം ഒന്നും പഠിപ്പിക്കണ്ട. ക്യാബിനറ്റ് മിനിസ്റ്ററുടെ ഉത്തരവനുസരിച്ചാൽ മതി. അല്ലെങ്കിൽ തന്നെ തൊപ്പി തെറിപ്പിക്കും. വെക്കണോ വിലപിടിയും, അല്ലെങ്കിൽ തന്നെ പോലും. സാർ, ഞാൻ വെടിവെച്ചിട്ട് 100 കണക്കിന് ജനങ്ങൾ ചത്താലും വെടിവെക്കാതെ സാറ് ചത്താലും ഒന്നേ സംഭവിക്കുള്ളൂ, എന്റെ തൊപ്പി പോകും. അപ്പൊ പിന്നെ 100 പേര് ചാവുന്നതിനേക്കാൾ നല്ലത് ഒരാൾ ചാവുന്നതല്ലേ? അല്ലെങ്കിൽ പിന്നെ ഒരു വഴിയുള്ളൂ, സാറ് മാപ്പ് പറയും. മന്ത്രി അവറാച്ചൻ മാപ്പ് പറയുക. മന്ത്രി അവറാച്ചൻ മാപ്പ് പറയുക. മാപ്പ് പറയാൻ ഞങ്ങൾ വിടില്ല. മന്ത്രി അവറാച്ചൻ മാപ്പ് പറയുക. എടോ പരമനാരി കമ്മീഷണറെ, ഞാൻ ആരെയും ബലാത്സംഗം ചെയ്തിട്ടില്ല, പെൺമാണിഭം നടത്തിയിട്ടില്ല. പിന്നെ എന്ത് കോപ്പിലാണോ മാപ്പ് പറയേണ്ടത്? അതിനേക്കാളും നാറിയ വർത്തമാനമാ സാറ് പറഞ്ഞാ ഇവര് പറയുന്നേ. സാറിന്റെ മക്കൾക്കും കുടുംബത്തിനും വേണ്ടിയാ, സാറിന്റെ ജീവൻ രക്ഷിക്കാൻ വേണ്ടിയാ. മന്ത്രി അവറാച്ചൻ മാപ്പ് പറയുക. മന്ത്രി അവറാച്ചൻ മാപ്പ് പറയുക. അല്ലെങ്കിൽ പിന്നെ സാർ ഒരു കാര്യം ചെയ്യും, ഞാൻ ഈ തോക്ക് അങ്ങോട്ട് തരാം. സാറ് വെക്ക് വേടി വെക്ക്. അല്ലെങ്കിൽ പിന്നെ മാപ്പ് പറഞ്ഞേക്ക് സാറേ.
എനിക്കൊരു തെറ്റുപറ്റി, എന്നോട് ക്ഷമിക്കണം, മാപ്പ്. മന്ത്രിമാരെന്ന് പറയുന്നത് വെറും മൈഗുണാപ്പന്മാരെന്ന് ധരിച്ചിരിക്കുന്ന ആ എംബോയ്ക്ക് പോലീസ് കമ്മീഷണർ തൊപ്പി ഇന്ന് തന്നെ ഊരി മാറ്റിയിരിക്കണം. കേരള രാഷ്ട്രീയത്തിലെ എന്റെ പറയല്ലേ? എന്തെങ്കിലും ഒന്ന് പറയൂ കുടശേഖര. ഈ വിക്ക് തന്നെ എപ്പോഴും ബുദ്ധിമുട്ടിക്കുന്നുണ്ടല്ലേ? സംസാരിക്കുമ്പോ മാത്രമേ മുട്ടുള്ളൂ. കേരള രാഷ്ട്രീയത്തിലെ ഭീഷ്മാചാര്യനാണ് മന്ത്രി ആറ്റു അവറാച്ചൻ. അദ്ദേഹത്തെ പോലെ ഒരാളെ നടുറോട്ടിലിട്ട് ആക്ഷേപിക്കുക, എന്നിട്ട് ജനത്തെ കൊണ്ട് കല്ലെറിപ്പിക്കുക, ഒടുവിൽ ബഹുമാനപ്പെട്ട മന്ത്രിയെ കൊണ്ട് പരസ്യമായി മാപ്പ് പറയിപ്പിക്കുക. കേവലം ഒരു പോലീസ് കമ്മീഷണർ ഇത്ര ധിക്കാരമായി പെരുമാറുന്നത് തടയാൻ കഴിഞ്ഞില്ലെങ്കിൽ നമുക്ക് ഈ മൈന്ദ്രകുപ്പായം കൂടെ ഊരി വെച്ച് ഈ സെക്രട്ടേറിയറ്റിൽ നമുക്ക് ബാർബർ ഷാപ്പ് പണി നടത്താൻ എന്റെ അഭിപ്രായം. ഒരു ക്യാബിനറ്റ് മിനിസ്റ്റർ ഓർഡറിന് പുല്ലുവില പോലും കൽപ്പിക്കാത്ത ആ തെണ്ടി കരുവറാമോ രാമനാഥന്റെ പേരിൽ എന്ത് നടപടിയെടുക്കും? DGP ഇതേക്കുറിച്ച് അന്വേഷണം നടത്തി 2 ദിവസത്തിനുള്ളിൽ എനിക്ക് റിപ്പോർട്ട് തരണം സാർ. അതങ്ങ് പള്ളി പോയി പറഞ്ഞാ മതി. 24 മണിക്കൂറിനകം ആ കമ്മീഷണറെ പുറത്താക്കണം. അല്ലെങ്കിൽ ഈ മുന്നണിയിൽ നിൽക്കണമെന്ന് ഞാനും അവറാച്ചനും ഞങ്ങളുടെ 10 MLA-മാരും ഒന്നുകൂടി ആലോചിക്കും. ഈ രാമനാഥനെ അങ്ങനെ വിട്ടാ പറ്റില്ല. ധിക്കാരി മാത്രമല്ല, കൈക്കൂലിക്കാരൻ കൂടി അയാള്. അയാളെ പറ്റി അങ്ങനെ വല്ല പരാതിയുണ്ടോ? ഇല്ല സർ, അങ്ങനെ ഒരു പരാതിയും എന്റെ അറിവിൽ വന്നിട്ടില്ല. പിന്നെ ബഹുമാനപ്പെട്ട മിനിസ്റ്റർക്ക് അറിയാവുന്ന കേസാണെങ്കിൽ ബന്ധപ്പെട്ട ആളിനെ കൊണ്ടൊരു പരാതി തന്നാൽ ഉടൻ തന്നെ ഞാൻ അയാളുടെ പേരിൽ നടപടിയെടുക്കാം. അതിപ്പോ രേഖാമൂലം പരാതി തരാൻ ബുദ്ധിമുട്ടുണ്ടെന്ന് വിചാരിച്ചോ? ചില വൻകിട ബിസിനസ്സുകാരാകുമ്പോ അവർക്ക് പല പ്രശ്നങ്ങളുണ്ടാവും. അഡീഷണൽ DGPക്ക് എന്താ അഭിപ്രായം? സർ, എന്റെ അറിവ് വെച്ചിടത്തോളം ഇവിടെ ബഹുമാനപ്പെട്ട മന്ത്രിമാർ പറഞ്ഞത് വളരെ ശരിയാണ്. മേലാഫീസർമാരോടും കമ്മീഷണർ രാമനാഥൻ വളരെ ധിക്കാരപരമായാണ് പെരുമാറുന്നത്. അയാളെ ഡിപ്പാർട്ട്മെന്റിൽ അറിയപ്പെടുന്നത് തന്നെ രാക്ഷസനെന്നും കായംകുളം കൊച്ചുണ്ണിന്നും. ഇല്ലില്ല, ഞാനങ്ങനെ പറഞ്ഞിട്ടേ ഇല്ല. അതൊക്കെ നിങ്ങൾ പത്രക്കാരുടെ വ്യാഖ്യാനങ്ങളാ. എടോ, ഞാനും ഒരു പത്രക്കാരനായിരുന്നു. എനിക്കും അറിയാം ഈ വേലയും പടയടിയൊക്കെ. ഞാനൊഴികെ മറ്റെല്ലാ മുഖ്യമന്ത്രിമാരും കൈക്കൂലിക്കാരാണെന്നല്ല ഞാൻ പറഞ്ഞത്. അതെ, താൻ കേട്ടതിന്റെ കുഴപ്പമാ. ഞാനങ്ങനെ പറഞ്ഞിട്ടില്ല. തന്റെ ചെവിക്കെന്തോ കുഴപ്പമുണ്ട്. അവൻ മറ്റേ പാർട്ടിക്കാരനാണാ. എതിർത്ത് പറയുന്നവരൊക്കെ അച്ഛന് മറ്റേ പാർട്ടിക്കാരാ. നീ പ്രതിപക്ഷത്തായോ? മോള് എവിടേക്കുള്ള പുറപ്പാടാണെന്ന് തോന്നുന്നു. എങ്ങോട്ടാ? സെനറ്റ് ഹാളില് ഉഷാ ഉതുപ്പിന്റെ മ്യൂസിക് പ്രോഗ്രാം ഉണ്ട്. കൊള്ളാം. ഉഷാ ഉതുപ്പിന്റെയോ? അതിലും നല്ല ശബ്ദമല്ലേ എന്റേത്. അല്ലേ കുട്ടപ്പിള്ളേ? മോളങ്ങോട്ട് ഇരുന്നേ. ഇരുന്നേ. ഇന്ന് വന്ന IAS പയ്യനെ നീ വരട്ടി ഓടിച്ചല്ലേ? നോക്കറിയോ, SSLC മുതൽ IAS വരെ ഫസ്റ്റ് റാങ്ക് മേടിച്ചവനാ. ഇത്ര ചെറുപ്പത്തിലെ ജില്ലാ കളക്ടറുമായി ഇനിയിപ്പോ ചീഫ് സെക്രട്ടറി ആയിട്ട് തന്നെ എത്ര കാലം ഇരിക്കുമെന്ന് അറിയാമോ? പക്ഷെ എന്റെ ലൈഫിന്റെ ചീഫ് സെക്രട്ടറി ആവാൻ അയാളെ കൊള്ളാമെന്ന് തോന്നുന്നില്ല. വെറും ഒരു മണ്ണുണിയാ. വന്നപ്പോ തൊട്ട് മുഖ്യമന്ത്രി അങ്ങ് പുകഴത്തിലായിരുന്നു. അച്ഛന്റെ അഡ്മിനിസ്ട്രേഷൻ പവറിനെ കുറിച്ചും പിന്നെ അയാളുടെ ഡിപ്പാർട്ട്മെന്റ് കാര്യവും പ്രമോഷനും പുങ്കത്തരവും ഒക്കെ. 3 ചായ കുടിക്കുന്ന സമയം എടുത്തിട്ടും അയാളുടെ പേര് പോലും ചോദിച്ചില്ല. തീരെ ഗതി കേട്ടിട്ടാ വിം കലക്കി കൊടുത്തത്. വിം കലക്കി കൊടുത്തോ? എന്താ കുട്ടമ്പിള്ളി ഇവിടെ പറയുന്നേ? അതെ, പാത്രം കഴുകുന്ന പൊടി അതങ്ങോട്ട് കൊടുത്ത് 2 മിനിറ്റ് കഴിഞ്ഞില്ല. കളക്ടർ അദ്ദേഹം യാത്ര പോലും ചോദിക്കാതെ പൊക്കളഞ്ഞു. മുറ്റത്ത് തന്നെ കാര്യം സാധിച്ചിട്ടുണ്ടെന്നാ എന്റെ സംശയം. നിന്റെ കുട്ടികളെ ഇത്തിരി കൂടുന്നുണ്ട്. മോളെ, നിനക്ക് പ്രായം എത്രയായെന്ന വിചാരം? ഇനിയും മുന്നോട്ട് പോയാൽ നിനക്ക് പറ്റിയ ചെറുപ്പക്കാരനെ കിട്ടിയെന്ന് വരില്ല. വെളിയെ വെച്ച് പഠിപ്പിച്ചതോടെ നമ്മുടെ കുഞ്ഞ് മതാമയായി പോയോന്ന എന്റെ സംശയം. താൻ പോയി ആ ഉലുവാ കഷായം ഉണ്ടാക്കി. അല്ല, സിറ്റി പോലീസ് കമ്മീഷണറെ സസ്പെൻഡ് ചെയ്യാൻ മുഖ്യമന്ത്രി ഓർഡർ ഇട്ടിട്ടുണ്ടെന്ന് ഇന്നത്തെ സായാഹ്ന പത്രത്തിൽ വന്നിട്ടുണ്ട്. ശരിയാണോ? ആരെ? ആ രാക്ഷസന്റെ കാര്യ? അത് മന്ത്രിസഭയുടെ തീരുമാന. ഇതോടുകൂടി അവന്റെ കാര്യം പോക്കാ. ഇങ്ങനെയുണ്ടോ ഒരു തിക്കാരി? ക്യാബിനറ്റ് മിനിസ്റ്ററൊക്കെ അവന് വെറും പുല്ലുപോലാ. ഇതൊക്കെ അച്ഛൻ ആരോ പിരികേറ്റുന്നതാ. നിനക്കെന്താ രാമനാഥന്റെ കാര്യം പറയുമ്പോ ഒരു പക്ഷം ചേർന്നു? പക്ഷം ചേർന്നതല്ല, ന്യായം പറഞ്ഞതാ. ഇന്നലെ കമ്മീഷണർ ആ ജനക്കൂട്ടത്തിന് നേരെ വെടിവെച്ചിരുന്നെങ്കിൽ ഇന്ന് അച്ഛന് മുഖ്യമന്ത്രി പദവും രാജിവെച്ച് പെട്ടിയും തൂക്കി പാലക്കാട് തറവാട്ടിലേക്ക് പോയായിരുന്നു അല്ലേ? സത്യം പറഞ്ഞ ആ കമ്മീഷണർ അച്ഛനെ രക്ഷിച്ചെന്ന എന്റെ അഭിപ്രായം. നീ പറയുന്നതിന് ന്യായമുണ്ടായിരിക്കാം. പക്ഷെ അവറാച്ചനെ പോലെ സീനിയർ മിനിസ്റ്റർ. അവറാച്ചൻ ആരാണെന്ന് അച്ഛൻ അറിയാലോ. അയാളെ ജനം വഴി തടഞ്ഞതിൽ വല്ല തെറ്റുണ്ടോ?
അത്രയ്ക്ക് വൃത്തികേടുകളാ അയാൾ പറയുന്നതും കാണിക്കുന്നതും. കഴിഞ്ഞ മാസമല്ലേ സ്വന്തം ഓഫീസ് റൂമിലേക്ക് IAS കാരി വിളിപ്പിച്ചിട്ട് മന്ത്രി മാനഭംഗത്തിന് ശ്രമിച്ചെന്ന് അച്ഛന് പരാതി കിട്ടിയത്. എന്നിട്ട് വല്ല നടപടി എടുത്തോ? നിന്നെ വല്ല LLBക്ക് വിട്ടാ മതിയായിരുന്നു, കോടതിയിൽ കസറിയനെ. ഞാൻ പറഞ്ഞത് സത്യമല്ലേ? അച്ഛൻ പറ. സത്യമാണെങ്കിൽ അയാളെ സസ്പെൻഡ് ചെയ്യരുത് പ്ലീസ്. ആ, ഞാൻ പാർട്ടി സെന്ററുമായിട്ടൊന്ന് ആലോചിക്കട്ടെ.